ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തേക്ക് ഇൻ്റഗ്രൽസിൻ്റെ കഥ അങ്ങ് കഴിച്ചാൾ. ഇപ്പോൾ എന്താണ് ഞാൻ ഇന്ന് വരെ ഇൻ്റഗ്രൽസിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നമ്മളെ കുഴപ്പിക്കുന്ന പക്ഷേ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇൻ്റഗ്രൽ 0 to π x log sin x dx. ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അത്ര എളുപ്പമല്ല ഇത്. അത് എന്തുകൊണ്ടാണെന്നില്ല ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എടുക്കാം i = ഇൻ്റഗ്രൽ 0 to π. അപ്പോൾ എന്താ i = ഇൻ്റഗ്രൽ 0 to π x log sin x. നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ഇവിടെ അപ്പോൾ മറ്റേ ബൈപ്പാർട്സ് ഉപയോഗിക്കും. പക്ഷേ ഇതിവിടെ പെട്ടെന്ന് ബൈപ്പാർട്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റുമെന്നില്ല. കുറച്ച് അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ബൈപ്പാർട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അപ്പോൾ 0 to π ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ സൈനിൻ്റെ ഫംഗ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ കിങ്സ് റൂള് ഇൻ്റഗ്രൽ 0 to f of x dx ഇൻ്റഗ്രൽ 0 to f of a - x. എക്സിൻ്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് -x. അപ്പോൾ എന്താണ് π - x ഇട്ട് കൊടുക്കും. അപ്പോൾ ഏടിയിൽ എക്സ് കാണുന്ന അവിടെയെല്ലാം π - x. അപ്പോൾ ഇൻ്റഗ്രൽ 0 to a എക്സിൻ്റെ പകരം π - x, പിന്നെ ലോഗ് സൈൻ ഓഫ് എക്സിൻ്റെ പകരം π - x dx. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇനി ഇവർ ആക്ച്വലി ചെയ്യുന്നത് വെച്ചാൽ ഇത് ഈ ലോഗ് സൈൻ π - x ഇതിലേക്ക് രണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അപ്പോൾ ലോഗ് സൈൻ π - x ഇൻറ്റു π എന്ന് പറയുമ്പോൾ π ലോഗ് സൈൻ π - x. പിന്നെന്താ ഇവിടെ ഒരു മൈനസ് ലോഗ് സൈൻ π - x ഇൻറ്റു x എന്ന് പറയുമ്പോൾ എക്സ് ലോഗ് സൈൻ π - x. എന്നിട്ട് എന്ത് ചെയ്ത് രണ്ടിലേക്ക് ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത്. ഇതൊരു ഇൻ്റഗ്രൽ. അപ്പോൾ i = ഇൻ്റഗ്രൽ 0 to π/2. ആദ്യത്തേത് π ഇൻറ്റു ലോഗ് സൈൻ എക്സ്, അതായത് സൈൻ എന്നാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ കാണില്ലേ, സൈൻ π - x. അതായത് ഇതിപ്പോൾ π ആണല്ലോ 180 ഡിഗ്രി. അതൊന്ന് -x എന്ന് പറയുമ്പോൾ സെക്കൻഡ് കോഡിൽ ആരാ, സൈനാണ്. അതുമാതിരി സൈനിൻ്റെ കോട്ടയാണ്. അത് കുടുംബമാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ അവിടെ ചങ്ങായി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സൈൻ π - x എന്ന് പറയുമ്പോൾ സൈൻ എക്സ് തന്നെ. അപ്പോൾ ഇതെന്തായാലും ഇവിടെ ലോഗ് സൈൻ എക്സ് എന്ന്, പിന്നെ ഒരു π ഉണ്ട്. ഈ π കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് എന്തായാലും ഇതിനിവിടെ ഇൻ്റഗ്രലിനെ പുറത്തേക്ക് എടുക്കാം. dx മൈനസ് ഇൻ്റഗ്രൽ 0 to π. പിന്നെ എന്തുണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലേ, മൈനസ് ഉണ്ട്. പിന്നെ എക്സ് ലോഗ്, പിന്നെന്താ സൈൻ π - x എന്ന് പറയുമ്പോൾ സൈൻ എക്സ് തന്നെ dx. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ച്, ഇത് നമ്മൾ സെക്കൻഡ് ഉപയോഗിച്ച്. അടുത്ത എന്ത് ചെയ്ത് ഇതിന് ഇക്വേഷൻ നമ്പർ നമ്മളിപ്പോൾ ഈ ആദ്യം ഇല്ല ക്വസ്റ്റ്യൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1, രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മൾ പൊതുവെ എന്ത് ചെയ്യുക, കിങ്സ് റൂൾ ഉപയോഗിക്കാൻ നമ്മൾ പൊതുവെ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 ആഡ് ചെയ്യുകയാണല്ലോ ചെയ്യുക. ഓക്കെ, ആഡിങ് ഇക്വേഷൻ നമ്പർ 1 and 2. അപ്പോൾ i + i എന്ന് പറയുന്നത് 2i = എന്തുണ്ട്, ഇവിടെ ഒരു π പുറത്തുണ്ട്, ഇതിൻ്റെ π പുറത്തുണ്ട്. ഇൻ്റഗ്രൽ 0 to π ലോഗ് സൈൻ എക്സ് dx. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ബാക്കിയുള്ള ടേംസിലെടുത്ത് പോയി നോക്കി നോക്കുക. ഈ പറഞ്ഞ ഇൻ്റഗ്രൽ 0 to π എക്സ് ലോഗ് സൈൻ എക്സ് dx. ഇവിടെ എന്താ മൈനസ് ഇൻ്റഗ്രൽ 0 to π എക്സ് ലോഗ്. ഒരേ സാധനം തന്നെ, പക്ഷേ ഡിഫറൻറ്റ് ഓപ്പോസിറ്റ് സൈൻസ്. അപ്പോൾ ഇതൊരു +x ആണ്, ഇതൊരു -x ആണ്. അപ്പോൾ ഈ +x -x കൂടി ക്യാൻസൽ ആയിപ്പോയി ആഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ആകെ എന്താ ബാക്കിയല്ലോ, ഈ പറഞ്ഞ ടേമേ ബാക്കിയല്ലോ. അപ്പോൾ 2i = π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π ലോഗ് സൈൻ എക്സ് dx. ലോഗിൻ്റെ ഫംഗ്ഷനായിട്ട് സൈൻ എക്സ് പിന്നെ dx. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ f of π - x = f of x. അതായത് അങ്ങനെ ഉണ്ടല്ലേ. അതായത് ഇവർ ആക്ച്വലി ഇവിടെ നമ്മൾ റിലേഷൻസ് ഓഫ് ഫംഗ്ഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ പറഞ്ഞ ഇഫ് f of π - x, നമ്മൾ എക്സിന് പകരം π - x ഇട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി, f of x തന്നെ വീണ്ടും കിട്ടി. ഈ പറഞ്ഞ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നെ വീണ്ടും കിട്ടിയെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 2i = ഈ പറഞ്ഞ 2π ഇൻറ്റു, അതായത് ആക്ച്വലി എന്നിട്ട് ഇതിങ്ങനെ മാറ്റി എഴുതുകയെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ആക്ച്വലി ഇതും മറ്റേ ഇൻ്റഗ്രൽസിലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിലെ ഒരു പ്രോപ്പർട്ടിയാണ്. എത്രന്തോ പ്രോപ്പർട്ടി നമുക്ക് ഓർമ്മയില്ല, പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇൻ്റഗ്രൽ 0 to 2a f of x dx = നമുക്ക് ആ 2നെ ഇങ്ങനെ താഴെ എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a f of x dx. ഇഫ് a ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് f of a 2a - x = f of x. അതായത് ഈ പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് നടക്കുള്ളൂ, നമുക്ക് ഈ 2നെ, അതായത് ഇപ്പോൾ 2a = π ആണ്. അപ്പോൾ a = അപ്പോൾ എത്രയായിരിക്കും, ഇതിനെ താഴെ പറയുക π/2. അതായത് ഇവിടെ π ആണ് 2a സ്ഥാനത്ത് നിൽക്കുന്നത്. 2a സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ 2നെ താഴെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ a എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ പകുതിയോ 2a പകുതിയായി. അപ്പോൾ എന്താ πൻ്റെ പകുതി എന്ന് പറയുമ്പോൾ π/2. അപ്പോൾ 2 ഇൻറ്റു π ഓൾറെഡി ഇവിടെ ഉണ്ട്, അവിടെ ഒരു π ഉണ്ട്. അപ്പോൾ ഇനി ഫംഗ്ഷൻ ഇങ്ങനെ മാറ്റിയിട്ട് പ്രോപ്പർട്ടി വെച്ചിട്ട് എഴുതി 2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ എക്സ് dx. അപ്പോൾ നമ്മൾ വീണ്ടും എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വീണ്ടും ഇവിടെ എന്ത് ഉപയോഗിക്കാൻ പോവുക, നമ്മളെ കിങ്സ് റൂള്.
കാരണം നമ്മൾ പൊതുവെ ഇൻ്റഗ്രൽ 0 to π/2 ഇവിടെ സൈൻ എക്സ് കാണുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഈ പറഞ്ഞ കിങ്സ് റൂൾ ഉപയോഗിക്കും. കാരണം ഇപ്പോൾ ആൻസർ നമ്മൾ എത്തിയിട്ടില്ല, ഇവിടുത്തെ വരെ എത്തിക്കണം. അതുകൊണ്ട് നമുക്ക് അതിന് നോക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് ഞാൻ എടുത്ത് ഈ കിട്ടിയ എന്താണ് i = അപ്പോൾ 2i = 2π അല്ല. അപ്പോൾ എന്താ, ഈ 2ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ i = π ഇൻ്റഗ്രൽ 0 to π/2 log sin x d. ഇത് ഇക്വേഷൻ നമ്പർ 3. പിന്നെ നമ്മൾ കിങ്സ് റൂൾ പ്രകാരം എന്ത് ചെയ്യുക, ഈ എക്സിൻ്റെ പകരം നമുക്ക് π/2 - x ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കാം, i = π ഇൻ്റഗ്രൽ 0 to π/2 log sin എക്സിന് പകരം അപ്പർ ലിമിറ്റ് -x. അപ്പോൾ π/2 - x dx നമുക്കറിയാം. അതായത് π/2 ഇത് 0, π/2 - x എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ സൈന് എന്താണ്, ഈ പറഞ്ഞ 90 - θ വരുന്ന സമയത്ത് കോംപ്ലിമെൻ്ററി ആംഗിൾ ആയിട്ടില്ല കോസ് തരും. മറ്റേ സീക്ക് എന്ത് തരും, കൊസീക്ക് തരും. ടാൻ എന്ത് തരും, കോട്ട് തരും. അങ്ങനെ. അപ്പോൾ ഇതെന്തുമായി മാറി, ഇത് കോസ് എക്സ് ആയിട്ട് മാറി. അപ്പോൾ π ഇൻ്റഗ്രൽ 0 to π/2 log cos x dx ഇക്വേഷൻ നമ്പർ 4. നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ സൈൻ എക്സ് കോസ് എക്സ് ഇതിനെക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നും കാണുന്നില്ലല്ലോ. ഒരു സാധനം വേറൊരു സാധനമായിട്ട് പറയും. പക്ഷേ ഇക്വേഷൻ ഇവിടെ എത്തുന്നില്ലല്ലോ. നമുക്ക് നോക്കി നോക്കാം ഇതിനെക്കൊണ്ട് ഉപകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. വീണ്ടും എന്ത് ചെയ്യുക, നമ്മളെ കിങ്സ് റൂൾ പ്രകാരം എന്ത് ചെയ്യുക, 2 ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഒരു രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് 3rd ഇക്വേഷനും ഈ 4th ഇക്വേഷൻ ആഡ് ചെയ്യുക. ഓൺ ആഡിങ് ഇക്വേഷൻ 3 and 4 വി ഗെറ്റ് ആ പറഞ്ഞ i + i എന്ന് പറയുന്നത് 2i = π ഇൻ്റഗ്രൽ π/2 log sin x dx പ്ലസ് π ഇൻ്റഗ്രൽ 0 to π/2 log cos x dx. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, ഇതിൽ രണ്ടിൽ എന്തുണ്ട്, ഒരു പൈ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പൈനെ കോമൺ ആയിട്ട് പുറത്തെടുത്തുകൊണ്ട് ഇപ്പോൾ ഇതിപ്പോൾ 2 സ്പ്ലിറ്റ് ആയിട്ടില്ല ഇൻ്റഗ്രൽ. നമുക്ക് ഇനി സ്പ്ലിറ്റ് ആയിട്ട് ഇൻ്റഗ്രലിനെ വീണ്ടും തിരിച്ചിട്ട് ഒറ്റ ഇൻ്റഗ്രലായിട്ട് എങ്ങനെ എഴുതുക, ഇൻ്റഗ്രൽ 0 to π/2 log sin x പ്ലസ് log cos x. അവിടെ ഈ സാധനത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതൊരു ഇൻ്റഗ്രലാക്കി എഴുതിയതാണ് ഈ 2 സാധനം. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് വീണ്ടും നമ്മളെ കുറച്ചും കൂടി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഫോർമുലയെ എന്താണ് കുറച്ചും കൂടി ചുരുക്കിയ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്, ഇത് ഒരുമിച്ചിട്ട് അങ്ങ് എഴുതി തന്നത്. ലാസ്റ്റ് ഒരു dx കൊടുത്താൽ മതി, log sin x പ്ലസ് log cos x dx. ഓക്കെ, ഇനി നമ്മളെ ലോഗിൻ്റെ പ്രോപ്പർട്ടി, ഇൻ്റഗ്രലിൻ്റെ ട്രിഗ്നോമെട്രി എല്ലാം പോട്ടെ, ലോഗിൻ്റെ പ്രോപ്പർട്ടി log a പ്ലസ് log b, log a പ്ലസ് log b = log ab. നമ്മളെ പ്രോഡക്റ്റ് റൂള് നോക്കാം. അപ്പോൾ എന്താണ്, π ഇൻ്റഗ്രൽ 0 to π/2 log, അപ്പോൾ എന്താ ഈ പറഞ്ഞ log m എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ എ ബി എന്ന് പറയുമ്പോൾ, അതായത് എ ബി അല്ലേ, ലോഗ് എ ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് സൈൻ എക്സ്, ബി എന്ന് പറയുന്നത് കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. പിന്നെന്ത് ചെയ്ത് ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ഇപ്പോൾ സൈൻ എക്സ് കോസ് എക്സ് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 2 sin x cos x വന്നിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റുമോ, ഈ പറഞ്ഞ സൈൻ 2x എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ 2 ഇല്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ ഇല്ലാത്ത 2നെ ഇതിലേക്ക് ആഡ് ചെയ്യും, അല്ല മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും, ഇല്ലാത്ത 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, ഇല്ലാത്ത 2നെ കൊണ്ട് ഡിവൈഡും ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്ത് 2നെ കൊണ്ട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലോഗിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്താ ഇതിപ്പോൾ 2 sin θ cos θ, ഇത് sin 2 θ ആയിട്ട് മാറും. പിന്നെ ഒരു 1/2 ഉണ്ട് അല്ലേ. അപ്പോൾ 2i = π ഇൻ്റഗ്രൽ 0 to π/2 log 2 sin x cos x /2 dx. ഇതിൽ π ഇൻ്റഗ്രൽ 0 to π/2 log ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ 2 sin θ cos θ sin 2 θ, അത് sin 2x /2 dx. ഇതിപ്പോൾ ലോഗിന് അടുത്ത പ്രോപ്പർട്ടി log a/b. log a/b നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, log a മൈനസ് log b. ഇവിടെ log m എന്നാണ് കൊടുത്തില്ല, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. log a/b എന്ന് പറയുന്നത് log a മൈനസ് log b. എന്നപ്പോൾ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം, log sin 2x മൈനസ് log 2 dx. അപ്പോൾ നമുക്ക് ഇതാലോ, ഇതാ 2i = π ഇൻ്റഗ്രൽ 0 to π/2 ഇത് എന്താണ് log a മൈനസ് എന്താണ് π ഇൻ്റഗ്രൽ 0 to π/2 log b dx. ഇത് ഇക്വേഷൻ നമ്പർ 5. ഇത്ര വരെ ഓക്കെയാണ്. നമ്മളെന്താണ് ഇവിടുത്തം വരെ എത്തിച്ച് എന്താണ് കുറേ 2-3 മറ്റേ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കുറച്ച് ട്രിഗ്നോമെട്രി എടുത്ത് 2-3 എന്താണ് നമ്മളെ ലോഗരിതം കുറച്ച് കാച്ചി കുറുക്കി എന്താണ് കുറച്ച് അടിച്ചും വീശിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇനി ഇതെവിടെയെങ്കിലും എത്തുന്നുണ്ടോ നോക്കാം. ഏതായാലും 2i = ഓക്കെ. നമുക്ക് തൽക്കാലത്തേക്ക് ഇത് ഇനി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഇവിടെ ഇൻ്റഗ്രൽ 0 to π/2 log 2 എന്ന് പറയുന്നത് എന്തായാലും കോൺസ്റ്റൻറ്റ്, ഇത് നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വെളിയിലെടുക്കാം. പിന്നെ dx എന്ന് പറയുമ്പോൾ x വരും, പിന്നെ അതിൽ ജസ്റ്റ് ലിമിറ്റ് ഇട്ട് കൊടുത്താൽ അത് സിമ്പിളായിട്ട് ചെയ്യും. ഇത് ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. തൽക്കാലത്തേക്ക് ഇത് എന്താണ്, കാരണം ഇത് എളുപ്പമായിട്ട് ഇത് തൽക്കാലത്തേക്ക് നമുക്ക് അടവെക്കാം. ഇത് കുറച്ച് എന്താണ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. ഇത് നമുക്ക് i1 ആയിട്ട് എടുക്കാം. ഇത് i2 തൽക്കാലത്തേക്ക് അവിടെ മറന്നു കളാം. i2നെ എന്താണ് നമുക്ക് ലാസ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമുക്ക് തൽക്കാലത്തേക്ക് i1 നമ്മൾ ശ്രദ്ധിക്കാം. ഇതിനെ കുറച്ച് ചെയ്യാൻ കുറച്ച് പണിയാണ്, നമുക്ക് ചെയ്യാമല്ലോ. ലെറ്റ് i1 = ഇൻ്റഗ്രൽ എന്താണ് ഈ പറഞ്ഞ 0 to π/2 log sin 2x dx. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഈ പറഞ്ഞ പൈ ഇവിടെ എഴുതേണ്ട, കാരണം അത് ഇൻ്റഗ്രൽ എന്താണ് ഇൻ്റഗ്രലും പിന്നെ ഇൻ്റഗ്രലിന് ശേഷം വരുന്ന dx വലിയ ടേംസിനാണ് നമ്മൾ ഇൻ്റഗ്രലായിട്ട് കൂട്ടുക. അതിൻ്റെ പിന്നിലുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല പരിഗണിക്കൂല.
അതായത് ഇൻ്റഗ്രൽ എഴുതി പിന്നെ ഒരു ഫംഗ്ഷൻ എഴുതി പിന്നെ ഡി എക്സ്. ഇത്രയും ടേംസിനാണ് നമ്മൾ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞൊരു പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ പൈന് അവിടെ എന്താ പറയുക പ്രത്യേകിച്ചിട്ടൊന്നും പ്രസക്തിയില്ല. നമ്മുടെ പൈ നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ എഴുതുന്നില്ല. അപ്പോൾ ലോഗ് ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ 2x dx. ഇനി എന്ത് ചെയ്ത് ഞാൻ ഈ 2x എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് 2x = t. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ നമ്മളെ ഇൻ്റഗ്രൽസ് പഠിച്ച ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടിയുടെ കയറി വരുന്നുണ്ട്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് 2x = t. അപ്പോൾ എന്താ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x = 2x ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ 2. പിന്നെ എന്തുണ്ട് ടീൻ്റെ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ എന്നല്ല പറയുന്നത്. 2ൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 2. ടീൻ്റെ ഡെറിവേറ്റീവ് dt/dx. dxന് ഇപ്പുറത്ത് പറഞ്ഞെങ്കിൽ 2dx ഉണ്ട്. അപ്പോൾ കാരണം പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ലിമിറ്റും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്താ വെൻ x = 0, അതായത് ഈ 2xൽ എക്സിന് 0 ഇട്ട് കൊടുക്കും, കാരണം ലോവർ ലിമിറ്റ് 0 അല്ലേ. അപ്പോൾ എന്താ ഇതിന് x = 0 എടുക്കുമ്പോൾ 2 × 0 0. അപ്പോൾ t = 0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അടുത്തത് 2x = ഈ π/2 ഇട്ട് കൊടുക്കുക, അതായത് വെൻ x = π/2 അപ്പർ ലിമിറ്റ്. അപ്പോൾ 2 ഇൻറ്റു അതായത് 2 ഇൻറ്റു അപ്പോൾ π/2 എന്ന് വരും 2x അല്ലേ. അപ്പോൾ ഇതും കൂടി കട്ടായി പോയി. അപ്പോൾ പൈ, അപ്പോൾ എന്താണ് അത് = t ആണ്. അപ്പോൾ t = π. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തപ്പോൾ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് എന്തായിട്ട് മാറി 0 to π. അത് നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ ആ പറഞ്ഞ ലിമിറ്റ് ഇട്ട് കൊടുത്തിട്ട് എന്താണ് പുതിയ ന്യൂ ലിമിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ I1 = 0 to π ലോഗ് എന്താണ് സൈൻ സൈൻ 2x നമ്മൾ സൈൻ ടി എന്ന് അറിയില്ല എടുത്തത്, അല്ലാതെ 2x ടി ആണ്. അപ്പോൾ സൈൻ ടി. പിന്നെ എന്തുണ്ട് ഈ പറഞ്ഞ ഡി എക്സ് മാത്രമേ എന്താണ് ഇവിടെ 2 ഇല്ല. അപ്പോൾ എന്താ =2ന് താഴെ പറഞ്ഞേക്കാം dt/2. അപ്പോൾ ഡി എക്സിനകരെ dt/2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1/2 എന്നുള്ളത് മറ്റേ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1/2 ഇൻ്റഗ്രൽ 0 to π ലോഗ് സൈൻ ടി dt. ഓക്കെ, സമ്മതിച്ച്. പിന്നെന്ത് ചെയ്യുക, വീണ്ടും ഇവിടെ ഒരു ഉപയോഗിച്ചൊരു പ്രോപ്പർട്ടി ഓർമ്മേണ്ട. ഈ പ്രോപ്പർട്ടി നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നത് ഇൻ്റഗ്രൽ 0 to 2a f(x) dx = 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a f(x) dx if f of 2a minus x = f(x). ഇത് വീണ്ടും ഈ കണ്ടീഷനൽ ട്രൂ ആകുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ പൈ എന്നുള്ളത് എന്ത് ചെയ്യാം, ഇവിടെ ആക്ച്വലി പൈ എന്നാണല്ലോ ഇല്ലത്. അപ്പോൾ π = 2a. അപ്പോൾ a = എത്ര, π/2. a = π/2. അപ്പോൾ എന്താ ഇവിടെ π/2 എന്ന് വന്നാൽ ഒരു 2 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2a എന്നുള്ളത് 2 നമുക്ക് താഴെ എടുക്കാം ഇൻ്റഗ്രലിൻ്റെ. പിന്നെ എന്താ പറയുക ഇൻ്റഗ്രലിൽ താഴെ എടുക്കുക. അപ്പോൾ എന്താ ഇവിടെ 2 വന്ന് ഇവിടെ 1/2 ഉണ്ട്. അപ്പോൾ ഈ 2ഉം 1/2 കൂടി ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ ടി dt. ഓക്കെ, സമ്മതിച്ച്. ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ എക്സ് ഡി എക്സ്. ഈ പറഞ്ഞ dx = I/π. അങ്ങനെ I/π വന്നത് ഞാൻ പറഞ്ഞുതരാം. എന്തുണ്ട് ഈ പറഞ്ഞ ഞാൻ കാണിച്ചിട്ട് ഇവിടെ ഒരു ആക്ച്വലി ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇൻ്റഗ്രൽ a to b f(x) dx = ഇൻ്റഗ്രൽ a to b f(t) dt ഫ്രം ഇക്വേഷൻ നമ്പർ 3. അതായത് ഇക്വേഷൻ നമ്പർ 3 നിങ്ങൾ വെറുതെ ഒന്ന് കണ്ണോടിച്ച് ശ്രദ്ധിച്ച് നോക്ക്. ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ എക്സ് ഡി എക്സ്. ഇത് നോക്കി നോക്ക്, ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ ടി ഡി ടി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് രണ്ടും ഏകദേശം സെയിം ഫോർമാറ്റ് അല്ലേ, f(x) dx. അപ്പോൾ എന്താ f(x) dx ഇത് എന്താണ് സൈൻ ടി ഡി ടി f(t) dt. അപ്പോൾ അങ്ങനത്തെ ഫോർമാറ്റ് എഴുതുകൊണ്ട് നമുക്ക് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. പിന്നെ വേറൊരു പ്രശ്നമില്ലത്, ഇവിടെ ഒരു പൈ ഉണ്ട്. അപ്പോൾ ഈ പൈനെ താഴെ പറഞ്ഞേക്കാം. അപ്പോൾ ഇതിന് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ I/π = അപ്പോൾ എന്താ ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ അതാണില്ലത്. അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്താൽ ഈ I/π എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ, കാരണം ഇവിടെ ഈ പൈ നമ്മളില്ലായിരുന്നു. പൈ നമ്മൾ എന്താണ് ഇവിടെ ഒരു അധികം പറ്റുമല്ലോ നിൽക്കുന്ന ആൾ. അപ്പം എന്ത് ചെയ്യണം, ഐ മാത്രമേ ഇല്ലത്. ഇത് ആക്ച്വലി നമുക്ക് വേണ്ടിയെങ്കിൽ ഐ ഇക്വേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു പൈ ഇല്ലാണ്ട് ആ പൈനെ കൂടി താഴെ എടുക്കണം. അതാണ് ആക്ച്വലി ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഈ I/π എന്ന് പറയുന്നത്. ഈ പൈ എന്താണ് നമ്മൾ ഇതിൻ്റെ താഴെ ഡിനോമിനേറ്ററിലേക്ക് എത്തിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ എക്സ് ഡി = ഈ പൈനെ താഴെ പറഞ്ഞ വെച്ചാൽ I/π വന്ന്. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് എടുക്കാം. ഇനി എന്ത് ചെയ്യുക, നമ്മളിവിടെ അഞ്ചാമത്തെ ഇക്വേഷനിൽ അപ്പോൾ ഈ I1 ആണല്ലോ നമ്മൾ കുറേ നേരം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ കിട്ടിയ ആൻസർ, അതായത് ഒരു കാര്യം ചെയ്യുക, ഈ കംപ്ലീറ്റ് ഇൻ്റഗ്രൽ ചെയ്യുന്നുണ്ടാകാൻ ഇനി എന്ത് ചെയ്താൽ മതി, I/π എന്ന് പറയുന്ന വാല്യൂ. അതായത് നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ 2x dx നമ്മൾ മൊത്തം സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഫൈനലി ആൻസർ കിട്ടിയത് എന്താണ്, ഇവിടെ കുറേ പ്രോപ്പർട്ടിയിൽ ഉപയോഗിച്ച് കുറേ തിരിഞ്ഞും പറഞ്ഞ് കളിച്ചിട്ടില്ല, ലാസ്റ്റ് നമുക്ക് I/π പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ ഈ കാണുന്നുണ്ടാ ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ 2x dx. ഇതിൻ്റെ ഈ I1 അതായത് ഇൻ്റഗ്രലിൻ്റെ പകരം നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം, ഈ I/π എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കാമല്ലോ. പുട്ടിങ് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5 ഇട്ട് കൊടുത്ത് അപ്പോൾ 2y = അതായത് പൈ ഇൻറ്റു എന്താണ് ഈ കംപ്ലീറ്റ് ഇൻ്റഗ്രലിന് പകരം I/π. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഈ പൈയും കൂടി ഇങ്ങനെ ക്യാൻസൽ ആയി പോകുന്നത് ബ്യൂട്ടിഫുള്ളി ദേ ഗോട്ട് ക്യാൻസൽഡ്. പിന്നെ എന്തുണ്ട് മൈനസ് ഇവിടെ എന്തുണ്ട് ഒരു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ
0 to π/2 എന്നുണ്ട് ലോഗ് 2 സൈൻ ഡി എക്സ് അല്ല ലോഗ് 2 ഡി എക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ ഐന് ഇപ്പുറത്തേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ 2i മൈനസ്, അതായത് ഐ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആയി, അതായത് 2 ചക്കയിൽ നിന്ന് 1 ചക്ക കുറച്ച് കഴിഞ്ഞാൽ 1 ചക്ക. അപ്പോൾ i = എന്താണ് മൈനസ് ഓഫ് പൈ ഇൻറ്റു ആക്ച്വലി ഇവിടെ ഒരു കുറച്ച് സ്റ്റെപ്പ് നോക്കിയാണ്, ഞാൻ സ്റ്റെപ്പ് ഒന്നും കൂടി കാണിച്ചു തരാം. എന്താണ് ഈ പറഞ്ഞ, ഞാൻ വേണ്ടി എഴുതും അത്, ഈ പറഞ്ഞ ലോഗ് 2, അതായത് ഇവിടെ ഒരു പൈ ഉണ്ട്, പിന്നെ എന്തുണ്ട് ലോഗ് 2 ഉണ്ട്, ഇൻ്റഗ്രൽ 0 to π/2 എന്താണ് ഡി എക്സ്. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ ഡി എക്സ് എത്ര, എക്സ് വിത്ത് ലിമിറ്റ്സ് എത്ര 0 to π/2. അപ്പോൾ ഞാൻ എന്തിട്ട് കൊടുത്ത്, എക്സിന് ആദ്യം π/2 ഇട്ടെടുത്ത്, പിന്നെ എക്സിന് 0 ഇട്ട് കൊടുത്താൽ അത് എഴുതേണ്ട ആവശ്യമില്ല, അത് എന്തായാലും 0 ആയിപ്പോൾ. ഐ മീൻ -0 എഴുതി കഴിഞ്ഞാൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നോ നീഡ്. അപ്പോൾ ഇവിടെ ഒരു -π ഉണ്ട്, ഇൻറ്റു എന്താണ് നമ്മളെ അപ്പർ ലിമിറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ π/2 ഇൻറ്റു എന്തുണ്ട്, ഇവിടെ ലോഗ് 2 ഉണ്ട്, പിന്നെ എന്താ -π × π എന്ന് പറയുമ്പോൾ -π², പിന്നെ /2 എന്തുണ്ട് ലോഗ് 2. അപ്പോൾ എന്താണ്, അപ്പോൾ മൈനസ്, അതായത് π/2 ഇൻറ്റു എന്താണ് -ലോഗ് 2 എന്ന് പറഞ്ഞിട്ടല്ലത്. നമുക്കൊരു കാര്യം ചെയ്യാം, -log(m), ഒരു മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഈ പറഞ്ഞ -1ന്, അതായത് ഇതൊരു -1 ആണല്ലോ, -1ന് നമുക്ക് ഇതിൻ്റെ മുകളിൽ പവർ, അതായത് ഇപ്പോൾ n log m = എന്താണ് log m ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇല്ല നമ്പർ, നമുക്ക് ഇതിൻ്റെ മുകളിൽ പവറായിട്ട് ലോഗിൻ്റെ പവറായിട്ട്, അപ്പോൾ ഇത് മുകളിലേക്ക് വരുമ്പോൾ എന്താ log m റൈസ് ടു -1, അപ്പോൾ എന്താ log 1/m. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെ ഞാൻ വേറെ എവിടെ എഴുതുക ചെറിയ, അതായത് ലോഗ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ലോഗ് എന്തുണ്ട് ലോഗ് 2 അല്ലേ ഇത്, ഇതെന്ത് ഈ മൈനസിന് ഇവിടെ പറഞ്ഞേക്കാം. അപ്പോൾ എന്താ ലോഗ് എന്തുണ്ട് 2 റൈസ് ടു -1. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എക്സ് റൈസ് ടു -1 എന്ന് പറയുന്നത് എന്താ അതിൻ്റെ റെസിപ്രോക്കൽ, അപ്പോൾ 1/x. അതേപോലെ 1 റൈസ് ടു 1 വേണ്ട, ഒരു 10 റൈസ് ടു -1 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ 1/10 ആണ്. അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ എന്താ മറ്റേ സയൻറ്റിഫിക് നോട്ടേഷനിൽ എഴുതുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 2 റൈസ് ടു -1 എന്നുള്ളത് ലോഗ് എന്ത് ചെയ്യുക അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ, അപ്പോൾ 1/2. അപ്പോൾ 1/2 റൈസ് ടു എന്താണ് -1 ആണെങ്കിലോ, അപ്പോൾ എന്താ 2/1 = 2. അത് തിരിച്ചിട്ട് കൊടുത്താൽ മതി, ഐ മീൻ എന്താണ് അതിൻ്റെ റെസിപ്രോക്കൽ, അതിൻ്റെ ഫ്രാക്ഷൻ എടുത്താൽ മതി. അപ്പോൾ അതാണ് ഇവർ എഴുതിയിരിക്കുന്നത്, ലോഗ് 2 ഈ മൈനസിന് ഇതിൻ്റെ ഇങ്ങനെ മുകളിൽ കയറ്റിയിട്ട് 2 റൈസ് ടു -1, അപ്പോൾ എന്താ ലോഗ് 1/2. അപ്പോൾ എന്തുണ്ട് π²/2 ഇൻറ്റു ലോഗ് 1/2. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. എൻ്റെ മോനെ എൻ്റെ പണിയായിട്ടുണ്ട്, ഇത് ഇത്ര നേരെ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എന്താ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ, π²/2 ഇൻറ്റു ലോഗ് 1/2. അപ്പോൾ ഇത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, ഞാൻ കാണുന്ന ഇത്ര എളുപ്പമൊന്നല്ല ഈ ചോദ്യം. നല്ല എന്താണ് നിങ്ങൾ വിചാരിക്കും ഇവിടെ അപ്പാട് എന്താ മറ്റേ ഈ പറഞ്ഞ ബൈപാർട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പാട് ആൻസർ കിട്ടും, അങ്ങനെ നടക്കുമെന്നില്ല. ഇങ്ങനെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും മെത്തേഡ് ഇതിന് കിട്ടുവാണെങ്കിൽ അത് എളുപ്പമായിട്ട് തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് വേറെ. കാരണം ഇതിലെല്ലാ മെത്തേഡും ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ എങ്ങനെയാണ് അത് വന്നത്, എന്തിനാണ് അത് വന്നത്, എല്ലാം കറക്റ്റായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പല നോളജ് തന്നെ, ട്രിഗ്നോമെട്രി റിവൈസ് ആയി, ലോഗാരിതം റിവൈസ് ആയി, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ റിവൈസ് ആയി. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കുക. അപ്പോൾ അതോട് കൂടിയിട്ട് എന്താണ് ഇന്നത്തേക്ക് ഈ ചാപ്റ്റർ ഇൻ്റഗ്രൽസ് അതോടുകൂടി തീരുവാണ്. ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യാം, നാളെ മുതൽ ഇനി ഒരു അടുത്തൊരു 18 ദിവസം ഇൻ്റഗ്രൽസ് ഉണ്ട്, ഇൻ്റഗ്രൽസ് അല്ല ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, അത് അത്യാവശ്യം കുറേ ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു 18 ക്വസ്റ്റനായിട്ട് ഇനി ഓരോ ദിവസം ഓരോ ക്വസ്റ്റൻ എന്ന രീതിക്ക് ഇനി നെക്സ്റ്റ് 18 ഡേയ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകണം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഇൻ്റഗ്രൽസ് തീർന്നിരിക്കുന്നു. ഞാൻ വീണ്ടും ആ കോട്ട് പറയുന്നു, എന്താണ് ഞാൻ വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ എഴുതാം. ആ കോട്ട് കാണുന്നതോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു ക്ലാസ്സും അവസാനിക്കും. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു എന്താണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത് ഇത്ര ലെങ്തിയുള്ള ചാപ്റ്ററും അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ചെറുപ്പത്തിൽ കുഞ്ഞു വാവേരം പഠിച്ച ഒരു കോട്ട്.